ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചിക്കൻ്റെ മറ്റൊരു അടിപൊളി ഡിഷുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ചിക്കൻ പട്ടിയാലയാണ്. ആദ്യമായി ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ട സാധനങ്ങൾ പറയാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി, ആവശ്യത്തിനുള്ള ഉപ്പും നെയ്യും. ഇത് വെച്ചിട്ടാണ് നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുക്കുന്നത്. അതൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇതിന് വേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അണ്ടിപ്പരിപ്പും 1 സവാളയും. അത് നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് അരച്ച് മാറ്റി വയ്ക്കാം. ചിക്കൻ മാരിനേറ്റ് ചെയ്യാനുള്ള നേരത്തെ ഉണ്ടാക്കിയ മിക്സ്ചറിലേക്ക് ചിക്കനൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുക. ഇതൊരു 2 ആൾക്ക് കഴിക്കാനുള്ള ചിക്കനേ ഉള്ളൂ കേട്ടോ, കുറച്ച് നമ്മളൊന്ന് ഉണ്ടാക്കുന്നുള്ളൂ. ഇതിലേക്ക് ലാസ്റ്റായിട്ട് ആഡ് ചെയ്യുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. അതുകൂടെ ഇട്ട് നമ്മൾ ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുക്കുക. ചിക്കൻ ഫ്രൈ ചെയ്യുന്നൊന്നുമില്ല, നമ്മൾ മാരിനേറ്റ് ചെയ്ത് കുറച്ച് സമയം വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ ഈ എൻറ്റയർ ഡിഷും ചെയ്തെടുക്കുന്നത് നല്ല നെയ്യിലാണ്. ഇതിപ്പോൾ വീട്ടിലുണ്ടാക്കിയ നെയ്യാണ്. ഇതിലേക്ക് ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്തു. ആദ്യമായി പട്ട, ഗ്രാമ്പു, ഏലക്ക, ഹോൾ സ്പൈസസ് ആണ് ആഡ് ചെയ്യുന്നത്. അടുത്തതായി ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുക. നമ്മൾ ഗ്രേവി ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. ഇത് 1 സവാളയാണ്, ഒരു മീഡിയം സൈസ് സവാള ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യുക. നന്നായി പെട്ടെന്ന് വഴണ്ട് കിട്ടാനാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പം നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് ഈ സ്പൈസസിൻ്റെയും സവാളയുടെയും എല്ലാം. അത് കഴിഞ്ഞ് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച പേസ്റ്റാണ്. ഒരു 8 അണ്ടിപ്പരിപ്പോളം എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ. അത് വെള്ളത്തിലിട്ട് വെച്ചതാണ്. അത് കഴിഞ്ഞിട്ട് 1 സവാള വെച്ചിട്ട് അരച്ച പേസ്റ്റാണ് ഇപ്പം ഞാൻ ആഡ് ചെയ്തത്. പച്ച സവാളയാണ്. അതും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇതാണ് ഈ മിക്സ്ചറിൻ്റെ ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് കൊടുക്കുന്നത്. അടുത്ത ഐറ്റം തക്കാളിയാണ്. ഇത് ഒരു മീഡിയം സൈസ് തക്കാളിയേ ഉള്ളൂ, ചെറുതായിട്ട് അരിഞ്ഞതാണ്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അടുത്തതായി പൊടികൾ ആഡ് ചെയ്യാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു വലിയ ടേബിൾ സ്പൂൺ മുളക് പൊടിയും നമ്മൾ ആഡ് ചെയ്തു. ഇളക്കി യോജിപ്പിച്ചു. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളമാണ്. ഇത് 1/2 കപ്പോളം വെള്ളമുണ്ട്. ഗ്രേവി ആയിട്ട് മാറാൻ വേണ്ടി ഞാൻ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയാണ് 1/2 കപ്പോളം വെള്ളം ആഡ് ചെയ്തത്. നമ്മൾ ചിക്കനും വേവിച്ചിട്ടൊന്നുമില്ല, അപ്പോൾ അത് വേവാനുള്ള വെള്ളം കൂടിയാണിത്. ബാക്കി വെള്ളം ചിക്കനിൽ നിന്ന് ഇറങ്ങിക്കോളും. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനും കൂടിയാണ് നെക്സ്റ്റ് ആഡ് ചെയ്യുക. സിമ്പിൾ കറിയാണ്, എന്നാൽ നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ടേസ്റ്റിന് ഒരു വ്യത്യാസവും ഉണ്ടാവും. ഒരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റും കിട്ടും. നമ്മൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിത് ഇനി നന്നായി മിക്സ് ചെയ്ത ശേഷം 1 ടീസ്പൂൺ നെയ്യാണ് ആഡ് ചെയ്യുന്നത്. ഞാൻ നെയ്യിൻ്റെ ഫ്ലേവറാണ് കേട്ടോ ഇതിൽ മുന്നിട്ട് നിൽക്കുക. പിന്നെ കസൂരി മേത്തിയുടെ ഫ്ലേവറുമാണ്. അതുകൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. നല്ല മണം വരുന്നുണ്ട്. നമുക്കിനി ചിക്കൻ വേവാനായിട്ട് അടച്ച് വേവിക്കാം. ഇടയ്ക്കൊന്ന് പാത്രം തുറന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ കസൂരി മേത്തിയാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. മാരിനേഷൻ ചെയ്തപ്പോൾ കുറച്ച് കസൂരി മേത്തി ആഡ് ചെയ്തിരുന്നു. ഇപ്പോൾ കൂടി ഒരു 1/2 ടീസ്പൂൺ കസൂരി മേത്തി കൂടി ആഡ് ചെയ്തു. ഇതാണ് ഇതിനൊരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ കൊടുക്കുന്നത്. ഗ്രേവിയൊക്കെ വളരെ ടേസ്റ്റിയാണ്. ഇത് പ്രസൻറ്റ് ചെയ്യാൻ നമ്മൾ എഗ്ഗിൻ്റെ കൂടെയാണ്, മുട്ട പൊരിച്ചതിൻ്റെ കൂടെയാണ് നമ്മളിത് പ്രസൻറ്റ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടി 2 മുട്ട ബീറ്റ് ചെയ്തെടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മല്ലിയിലയും ചേർത്ത് 2 മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഒരു തവയിൽ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് ഈ മുട്ട ഒന്ന് പൊരിച്ചെടുക്കണം. ചിക്കൻ പട്ടിയാല എന്ന് പറഞ്ഞാൽ പഞ്ചാബി ഡിഷാണ്.
അത് മുട്ടയുടെ കൂടെയാണ് സെർവ് ചെയ്യുക. ആ ഗ്രേവി കൂട്ടി ചിക്കനും കൂട്ടി ഈ മുട്ട കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. എല്ലാ നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സിലും അവൈലബിൾ ആവും. അപ്പോൾ നമുക്കൊന്ന് മുട്ട നന്നായിട്ട് പൊരിച്ചെടുക്കാം. രണ്ട് ഭാഗവും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ മറിച്ചിട്ടിട്ട് മുട്ട റെഡിയാക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് പ്രസൻറ്റ് ചെയ്യാം. നമ്മൾ ഉണ്ടാക്കിയ ചിക്കൻ പട്ടിയാല ആദ്യം നമുക്ക് പ്ലേറ്റിലേക്ക് വിളമ്പാം. അതിന് മുകളിലേക്ക് നമുക്ക് ഈ എഗ്ഗ് വെച്ചിട്ട് ആണ് നമ്മളിത് സെർവ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുകളിലേക്ക് നമ്മൾ ഈ എഗ്ഗ് വെക്കുക വേണ്ട, നിങ്ങൾ ഇഷ്ടം പോലെ വെക്കാം. ഞാനിത് കട്ട് ചെയ്തിട്ടാണ് വെക്കുന്നത്. വളരെ ടേസ്റ്റിയാണ്. ഇത് ഞാൻ ഇവിടെ അടുത്തൊരു ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിരുന്നു. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. സിമ്പിൾ റെസിപ്പിയാണ്. പെട്ടെന്ന് ഗസ്റ്റ് വന്നാൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇത് അത്യാവശ്യം മല്ലിയില ഇട്ടിട്ട് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. ഈ മുട്ട കൂട്ടിയിട്ടാണ് നമ്മൾ ഇത് കഴിച്ചു നോക്കേണ്ടത്. അടിപൊളി ഡിഷാണ്. ഫ്രണ്ട്സ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ഇനിയും ബാക്കിയുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഡിഷ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് ഫീഡ്ബാക്കും അറിയിക്കുക. സോ ബൈ.